ഇനിയുള്ള ദിവസങ്ങളും മണിക്കൂറുകളും രാത്രിയും പകലും അടക്കം ഒറ്റയ്ക്ക് കാത്തിരിക്കേണ്ട, ഒറ്റയിട്ട രാവുകൾ മാത്രം കാത്തിരിക്കേണ്ട, അവസാന 10 പ്രതീക്ഷയിൽ എല്ലാ ദിവസവും രാവും പകലും നമ്മൾ വളരെ ചാലകമായി ചിന്തിച്ചു ഉണർന്ന് പ്രഖ്യാപിച്ച് നന്നായി അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങളോടെ മുന്നോട്ട് വരേണ്ടതാണ്. നമ്മുടെ മനസ്സിൽ തട്ടി ആത്മാർത്ഥമായ ഒരു പ്രാർത്ഥന നമ്മൾ ആത്യന്തികമായി നമ്മുടെ ജീവിതത്തിന്റെ വലിയ നേട്ടങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണ്. അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതനാ ഫിൽ ഉമൂരി കുല്ലഹാ വഅജിർനാ മിൻ ഖിസിയിദ് ദുനിയാ വഅദാബിൽ ആഖിറ. നമ്മൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകളിൽ ഒന്നാണ് അല്ലാഹുമ്മ, അല്ലാഹുവേ, അഹ്സിൻ ആഖിബതനാ ഫിൽ ഉമൂരി കുല്ലിഹാ, ഞങ്ങളുടെ എല്ലാ കാര്യത്തിന്റെയും പര്യാവസാനം നന്നാക്കി തരണേ. തുടക്കം നന്നായാൽ പോരാ, ഒടുക്കം നന്നാവണം, അവസാനം നന്നാവണം. ഞങ്ങളുടെ എല്ലാ കാര്യത്തിന്റെയും ഒടുക്കം നീ നന്നാക്കി തരണേ. വഅജിർനാ മിൻ ഖിസിയിദ് ദുനിയാ, ഈ ദുനിയാവിന്റെ എല്ലാവിധ അപമാനങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ. ജനങ്ങൾക്ക് മുമ്പിൽ, കുടുംബത്തിന്റെ മുമ്പിൽ, അള്ളാഹുവിന്റെ മുമ്പിൽ അപമാനിതനാകുന്നതിൽ നിന്ന് എനിക്ക് നീ കാവൽ നൽകണേ. വഅദാബിൽ ആഖിറ, നാളെ കത്തിജ്വലിക്കുന്ന പരലോകത്തുള്ള എല്ലാ ശിക്ഷകളിൽ നിന്നും രക്ഷ നൽകണേ അല്ലാ എന്ന് പ്രാർത്ഥിക്കേണ്ടവരാണ് നമ്മൾ. ഇമാം അഹ്മദ് ഉദ്ധരിച്ച ഹദീസിൽ കാണുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്, ഒരു മനുഷ്യന്റെ പ്രവർത്തനത്തിന്റെ നിയ്യത്തുകളും എല്ലാം പരിശോധിക്കുമ്പോഴും അവസാനം എങ്ങനെയായിരുന്നു എന്നതാണ് പരിഗണിക്കുക. തുടക്ക കാലഘട്ടത്തിൽ ആളെങ്ങനെ ഉണ്ടായിരുന്നല്ലോ, മരിക്കുമ്പോൾ ആളെങ്ങനെയുണ്ട്, അവസാനത്തിൽ ആളെങ്ങനെയുണ്ട്. ഇന്നമൽ അഅ്മാലു ബിഖവാതീമിഹാ, ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ അവന്റെ പ്രവർത്തനങ്ങളുടെ അവസാനത്തെ ആശ്രയിച്ചായിരിക്കും പ്രതിഫലം നിശ്ചയിക്കുക. എങ്കിൽ നമ്മൾ അങ്ങനെയുള്ള വിലയിരുത്തപ്പെടുന്ന ഒരു സമയത്താണുള്ളത്. ഇതുവരെ നമ്മൾ ചെയ്തു വെച്ച നന്മകൾ അവസാന നാളുകളായപ്പോൾ നിർത്തിവെക്കാൻ പാടില്ല. നമ്മൾ വീണ്ടും ശക്തിയോടെ അതൊന്നുകൂടെ മൂർച്ച കൂട്ടേണ്ട സമയങ്ങളാണ്. റമദാൻ നമുക്ക് തന്ന നല്ല നല്ല ഗുണപാഠങ്ങളുണ്ട്, അത് അവസാനിപ്പിച്ചു പോകരുത്. സ്വതക്കകൾ മനസ്സറിഞ്ഞ് നമ്മൾ ഇനിയും നൽകിക്കൊണ്ടിരിക്കണം. ഇനിയും നമ്മൾ ഖുർആൻ പാരായണം തുടർന്നു കൊണ്ടിരിക്കണം. നമ്മുടെ സ്വഭാവത്തിലുണ്ടായ നല്ല ക്ഷമയുടെ മാറ്റങ്ങൾ ഇനിയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. സക്കാത്ത് കൊടുക്കണമെന്ന് കേട്ടപ്പോൾ തന്നെ അതിന്റെ സംഖ്യ അറിഞ്ഞ് പഠിച്ച് മനസ്സിലാക്കി കൊടുത്ത ആളുകളുണ്ട്, 10,000ങ്ങളുണ്ട്, ലക്ഷക്കണക്കിന് രൂപ സക്കാത്ത് കൊടുത്തവരുണ്ട്. ഇതൊക്കെ മനുഷ്യരെ എന്തിനു വേണ്ടിയാണ്? എന്റെ അവസാനം നന്നാവണം, എന്റെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമായ പരലോകത്ത് എനിക്ക് വിജയിക്കണം. ഈ ചിന്ത ഈ സന്ദർഭത്തിൽ നമുക്ക് ഒന്നാമതായി വേണ്ടതാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. രണ്ടാമത്തെ വിഷയം, പെരുന്നാളായി എന്നുള്ള ചിന്ത ചിലരുടെയെങ്കിലും ജീവിത പ്രവർത്തനങ്ങളിൽ കാണാൻ. അവരുടെ സംസാരം ഇപ്പൊ പെരുന്നാളാണ്. ഒന്ന് മനസ്സിലാക്കുക, പെരുന്നാളായിട്ടില്ല. 29 തികഞ്ഞ് 29 കഴിഞ്ഞ് മാസപ്പിറവി കണ്ടെങ്കിലേ പെരുന്നാളാവൂ. അതിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഇപ്പോഴേ അങ്ങാടികൾ ബ്ലോക്ക് കഴിഞ്ഞു. രാത്രികാലങ്ങളിൽ വരെ മഗ്രിബിനും ഇശാഇനും അടക്കമുള്ള അവസ്ഥകളിലൊക്കെ ഒന്ന് അങ്ങാടികളൊന്ന് പോയി നോക്കണം. നമ്മുടെ അവസാന നാളുകളിലെ ആദ്യത്തെ തക്ബീറിന് നിസ്കരിക്കാൻ വരേണ്ടവരാണ് നമ്മൾ. അഥവാ നഷ്ടപ്പെടരുതേ ഒരു ജമാഅത്തുമെന്ന് ചിന്തിക്കേണ്ട സമയത്ത് നമ്മൾ എന്തൊക്കെയോ തിരക്കുകളിലായി അശ്രദ്ധരാകുമ്പോ ആലോചിക്കണം, ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കേണ്ട രാവുകളാണ്. ഏത് ലൈലത്തുൽ ഖദ്ർ? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസത്തേക്കാൾ പുണ്യം നിറഞ്ഞ ഒരു മനുഷ്യന്റെ ആയുസ് 83 കൊല്ലം കൊണ്ട് അധ്വാനിക്കുന്ന പ്രതിഫലങ്ങൾ നേടാൻ ഒരു രാത്രി നമുക്ക് തന്നിരിക്കുകയാണ്. മഹാന്മാരായ ഉലമാക്കന്മാര് പറയാ, മുൻപ് കഴിഞ്ഞു പോയ അമ്പിയാക്കന്മാരിൽ 1000 കൊല്ലം ജീവിച്ചവരുണ്ട്, 900 കൊല്ലം ജീവിച്ചവരുണ്ട്, 500 കൊല്ലം ജീവിച്ചവരുണ്ട്, 300 കൊല്ലം ജീവിച്ച ഉമ്മത്തുണ്ട്. പക്ഷെ എന്റെ ഉമ്മത്തിന് വയസ്സ് കുറവാണ്, 60ന്റെയും 70ന്റെയും ഇടയിലാണ്. പക്ഷേ അവർക്കില്ലാത്ത ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് കിട്ടി, ലൈലത്തുൽ ഖദ്ർ കിട്ടി. അത് ഉപയോഗിക്കാൻ അതിനുള്ള സമയങ്ങളാണ്. അവസാനത്തെ 10 എന്ന് വീണ്ടും ഓർമ്മിക്കുക. ഇഅ്തികാഫിന് ഇനിയും തിരിഞ്ഞു നോക്കാത്ത മനുഷ്യരുണ്ടെങ്കിൽ സാധ്യമാകുന്നവരൊക്കെ പരമാവധി സുന്നത്താണെന്ന് മനസ്സിലാക്കി തന്നെ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരണം വരെ ഉപേക്ഷിക്കാത്ത സുന്നത്ത് ഏതാന്ന് ചോദിച്ചു നോക്ക്. അൽ ഇഅ്തികാഫ്. മറ്റു പല സുന്നത്തുകളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വന്നിട്ടുണ്ടാകും. ഈ ഇഅ്തികാഫ് ഒരിക്കലും ഉപേക്ഷ വരുത്താത്ത സുന്നത്തായിരുന്നു. തൗബ ചെയ്യാൻ മടിച്ച് നാണിച്ചു നിൽക്കേണ്ടതില്ല. തൗബകൾ അധികരിപ്പിച്ചോ, സദഖ അധികരിപ്പിച്ചോ, ദിക്റുകളും ദുആകളും പരമാവധി ഈ സന്ദർഭങ്ങളിൽ ഉപയോഗപ്പെടുത്തിക്കോ. എന്തിനാ? മൻ അദ്റക ശഹ്റ റമളാൻ, ആർക്കെങ്കിലും ഒരാൾക്ക് റമളാൻ മാസം വന്നു കിട്ടി, ഫലം യുഗ്ഫർ ലഹു, എന്നിട്ടും പാപങ്ങൾ പൊറുക്കപ്പെട്ടില്ലെങ്കിൽ,
അവൻ നരകത്തിൽ പ്രവേശിക്കട്ടെ, അല്ലാഹു അവനെ വിദൂരതയിലേക്കാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് നബി തങ്ങൾ ആമീൻ പറഞ്ഞല്ലോ. റമദാൻ ചാൻസ് കിട്ടിയിട്ട്, ഇത്രയും നേട്ടങ്ങളുള്ള അവസരം കിട്ടിയിട്ടും തന്റെ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി അധ്വാനിക്കാത്തവരെ അവര് നരകത്തിൽ പ്രവേശിക്കട്ടെ എന്ന പ്രാർത്ഥനയുണ്ടായതെങ്കിൽ എത്ര ഗൗരവമാണ്. തൗബ ചെയ്യുന്ന മനുഷ്യരെ, എത്ര വലിയ തെറ്റാണെങ്കിലും നിന്റെ പാപങ്ങൾ മായിച്ചു കളയാൻ തൗബ കൊണ്ട് സാധ്യമാണ്. എത്ര വലുതായിക്കോട്ടെ, എത്ര മോശാവട്ടെ. അത്തായിബു മിനദ്ദംബി കമല്ലാ ദംബ ലഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, തൗബ ചെയ്യുന്ന മനുഷ്യൻ, തെറ്റിൽ നിന്ന് പശ്ചാത്തപിക്കുന്നവൻ തെറ്റു ചെയ്യാത്തവനെ പോലെയാണ്. തെറ്റു ചെയ്യാത്തവനെ പോലെയാണ്. അത് ചെയ്താലോ, അസാ റബ്ബുക്കും അൻ യുകഫിറ അൻകും സയ്യിആതികും, നിങ്ങളുടെ എല്ലാ ദോഷങ്ങളും അല്ലാഹ് നിങ്ങൾക്ക് പുറത്ത് മാപ്പ് നൽകുന്നതാണ്. വയുദ്ഖിലകും ജന്നാത്ത്, നിങ്ങളെ സ്വർഗത്തിന്റെ അരുവികളിൽ, തോട്ടങ്ങളിൽ അവൻ പ്രവേശിപ്പിക്കുന്നതാണ്. എന്ത് ചെയ്താൽ ആത്മാർത്ഥമായി നിഷ്കളങ്കമായി എല്ലാ തെറ്റുകളിൽ നിന്നും തൗബ ചെയ്ത് മടങ്ങിയാൽ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ലൈലത്തുൽ ഖദ്ർ നഷ്ടപ്പെടരുതേ എന്ന് ഇന്നും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇനിയും നമുക്ക് ദിവസങ്ങളുണ്ട്. ഒറ്റയിട്ട രാവുകളിൽ പ്രതീക്ഷിക്കാൻ, അവസാന 10 അത് പ്രതീക്ഷിക്കാൻ നമ്മളോട് പറഞ്ഞതാണ്. അതൊരിക്കലും ഒരു രാവിലേക്ക് പരിമിതപ്പെടുത്താൻ പാടില്ല. 27-നാണ് എന്ന് ഉറപ്പിച്ചു പറയാവുന്ന സ്ഥിരപ്പെട്ട ഹദീസുകളില്ല. അതുകൊണ്ട് 27-ാം രാവിന് മാത്രം ഒരു സമ്മേളന സദസ്സുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് വിളിച്ചുണർത്തി പ്രാർത്ഥനാ സദസ്സ് നടത്തുമ്പോൾ ഇഅ്തികാഫിരുന്ന് പള്ളിയിലേക്ക് ജനങ്ങളെ വിളിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളെ മൈതാനങ്ങളിലേക്ക്, പാടങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് പ്രവാചക നിയമങ്ങൾക്ക് വിരുദ്ധമാണ്. അത് പ്രാർത്ഥനയുടെയും തൗബയുടെയും മറ്റെന്ത് പേര് പറഞ്ഞാലും നടത്തുന്നത് മോശമാണ്. അതേ സമയത്ത് ജനങ്ങളെ മൈതാനത്തേക്ക് വിളിക്കേണ്ട ഒരു ദിവസമുണ്ട്. റമദാൻ മുഴുവൻ പൂർത്തിയാക്കി പെരുന്നാളങ്ങ് ആരംഭിച്ചാൽ സഹാബത്തിന് മദീന പള്ളി ാകുന്ന പോരിശയാക്കപ്പെട്ട പള്ളിയിൽ നിന്ന് ഈദ്ഗാഹിലേക്ക്, മൈതാനിയിലേക്ക്, മുസല്ലയിലേക്ക് കുടുംബം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിച്ചു കൊണ്ടുപോകാറുണ്ട്. അതിനെയാണ് നമ്മൾ ഈദ്ഗാഹ് എന്ന് വിളിക്കുന്നത്. ഇവിടെയാണ് സുന്നത്തിനെ വിലയിരുത്തേണ്ടത്. മൻ ഹുരിമഹാ ഫഖദ് ഹുരിമൽ ഖൈറ കുല്ലാ. ലൈലത്തുൽ ഖദ്റിന്റെ മഹത്വം ആർക്കെങ്കിലും നഷ്ടപ്പെട്ടാൽ, അത് തടയപ്പെട്ടാൽ, അവന് എല്ലാ ഖൈറും തടയപ്പെട്ടു. അവന്റെ ജീവിതത്തിലെ ഖൈറുകൾ തടയപ്പെട്ടു. വലാ യുഹറമു ഖൈറഹാ ഇല്ലാ മഹ്റൂം. ദൗർഭാഗ്യവാനല്ലാതെ അതിന്റെ നന്മകൾ തടയപ്പെടൂല. അത്രയും ഭാഗ്യം കെട്ടവനായിരിക്കണം. ഒന്നും ചെയ്യാതെ, അതിനെപ്പറ്റി ആലോചിക്കാതെ, അതിന്റെ പോലിശയെ ഉൾക്കൊള്ളാതെ പോകുന്നവർ. മഹാനായ ഇബ്നു റജബ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാ, പ്രിയപ്പെട്ട മനുഷ്യരെ, നമ്മളൊക്കെ കുഞ്ഞായുസ്സും കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ്. ഇന്നല്ലെങ്കിൽ നാളെ, ഏതെങ്കിലും ഒരു തൊട്ടടുത്ത നിമിഷങ്ങളിലോ തൊട്ടടുത്ത മാസങ്ങളിലോ എന്ന് ആരുടെയും അവധി പറയാൻ കഴിയാത്ത മനുഷ്യരെ, മൻ ളാഅ ഉംറുഹു ഫീ ശൈഇൻ ഇസ്തദറക മാ ഫാതക ഫീ ലൈലത്തിൽ ഖദ്രി ഫഇന്നഹാ തുഹ്സിനു ബിൽ ഉമർ. ആയുഷ്കാലം മുഴുവനായി നന്മ നഷ്ടപ്പെടുത്തിയ മനുഷ്യരെ, നിങ്ങൾ ലൈലത്തുൽ ഖദ്റെങ്കിലും ഉപയോഗിച്ചോ. നിനക്ക് നഷ്ടപ്പെട്ട എല്ലാത്തിനും പകരമായി അത് മതിയാകും. കിട്ടിയ 50-60 കൊല്ലം നീ ഒന്നും ചെയ്തിട്ടില്ലേ? നീ ലൈലത്തുൽ ഖദ്റിലെങ്കിലും ചെയ്തോ. നിനക്ക് അതെങ്കിലും ആയുഷ്കാലത്തിന്റെ നന്മയായി മാറ്റാൻ സാധിക്കും. ഇബ്നു റജബ് റഹിമഹുല്ലാഹി രേഖപ്പെടുത്തുകയാണ്. മഹാനായ ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാഹി രേഖപ്പെടുത്തുകയാണ്, അവസാനത്തെ 10 ആകുമ്പോൾ വിശ്വാസികളെ നമ്മൾ ഉണരണം. അൽ അശ്റുൽ അഖീറത മിൻ റമദാൻ ഫീഹാ ഫദ്ലുൻ നദീം. ധാരാളം മഹത്തരമായ ശ്രേഷ്ഠതയുള്ള ദിനരാത്രങ്ങളാ. ഫലാ യംബഗി ലിൽ ഇൻസാനി, ഒരു മനുഷ്യനും യോജിച്ച കാര്യമല്ല, അൻ യസ്നഅഹാ ബിത്തജ്വാലി ഫിൽ അസ്വാഖി ഹുനാ വഹുനാ. അവസാനത്തെ 10 ഒരു മനുഷ്യന് യോജിച്ച പണിയല്ല അങ്ങാടികളിലൂടെ വിലസി നടക്കുന്ന പ്രവർത്തനങ്ങൾ. എന്റെ വാക്കുകളല്ല, ഇബ്നു ഉസൈമി റഹിമഹുള്ളയുടെ ഖൗല്. അങ്ങാടികളിലൂടെ അവസാനത്തെ 10 തിരഞ്ഞ് രാവും പകലും തിരങ്ങി നടന്നുകൊണ്ടിരിക്കുന്ന പ്രവണത നിനക്കൊട്ടും യോജിച്ച പണിയല്ല. നീ അത് കുറച്ചു നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. ആവശ്യാനുസരണം അത്യാവശ്യമാണെങ്കിൽ എത്രയും വേഗത്തിൽ തീർത്ത് കരകയറി പോരാനും കൂടുതൽ നന്മകളിലേക്ക് വരാനും നീ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അതിനാണല്ലോ ഇഅ്തികാഫ്. എല്ലാ തിരക്കുകളും മാറ്റിവെച്ച അല്ലാഹുവിന്റെ പള്ളികളിലേക്ക് ഒഴിഞ്ഞുകൂടി ജനങ്ങളിൽ നിന്ന് മാറി സൃഷ്ടാവിലേക്ക് ഒതുങ്ങിക്കൂടുന്നതിനാണ് ഇഅ്തികാഫ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇഅ്തികാഫിന് വേണ്ടി പള്ളിയിലേക്ക് അൽഹംദുലില്ലാഹ് 100 കണക്കിന് ആളുകൾ എത്തുന്നു. നമ്മുടെ പള്ളിയിൽ രാവും പകലും അതിനെ ക്രമീകരിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹു ആ ഒരു വലിയ നന്മയെ നിലനിർത്തി കൊണ്ടുപോകാനുള്ള ഒരു മനസ്സിന് വേണ്ടി നമ്മളൊക്കെ തേടേണ്ടതുണ്ട്. മഹാനായ ഇമാം ഇബ്നു റജബ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാ, ഇഅ്തികാഫിന് വരുന്ന മനുഷ്യരെ, ഈ രാത്രികളിൽ, അവസാനത്തെ 10 രാത്രികളിൽ
പകലുകളിൽ യുസ്തഹബ്ബു ഫിൽ ലയാലി, രാത്രികളിൽ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരിക്കുന്ന മനുഷ്യരെ അത്തനല്ലുഫു വത്തസയ്യുൻ, നീ നന്നായി വൃത്തിയുള്ളവനാകണം, നല്ല അലങ്കാരങ്ങൾ അണിയണം. നമ്മുടെ നാട്ടിലെ പള്ളിയാണ്, നമ്മുടെ മഹല്ല് പള്ളിയാണ്, വേറെ എവിടേക്കും പോകണമെന്നില്ല. എങ്കിലും ഈ രാത്രിയുടെ ശ്രേഷ്ഠത മനസ്സിലാക്കി നീ നന്നായി വൃത്തിയോടെ പള്ളിയിൽ വരണം, നന്നായി അലങ്കാരങ്ങൾ അണിയണം. നല്ല കുളിച്ച് വൃത്തിയോടെ നീ വരണം. ഒരു ബഹുമാനാണ്, അതൊരു ആദരവാണ്, അതൊരു മര്യാദയാണ്. നല്ല സുഗന്ധമൊക്കെ നീ പൂശണം. വല്ലിബാസൽ ഹസൻ, നല്ല വൃത്തിയുള്ള വസ്ത്രം നീ ധരിക്കണം. കമാഫിൽ ജുമഇ വൽ അയാദ്, പെരുന്നാളിനും ജുമഅക്കുമൊക്കെ നമ്മൾ വൃത്തിയായി അണിഞ്ഞൊരുങ്ങുന്ന പോലെ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്ന രാത്രികളിൽ നല്ല അണിഞ്ഞൊരുങ്ങി സുഗന്ധം പൂശി വൃത്തിയുള്ളവനായി നീ വാ. സാധ്യമാക്കണം. പള്ളികളോട് പൊതുവിൽ നമുക്കുണ്ടാകേണ്ടുന്ന ഒരു മര്യാദയാണ് ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച് നടക്കുക, ഏറ്റവും വൃത്തിയുള്ളവനാവുക. എല്ലാത്തിനും ഉപയോഗിക്കുന്ന, എല്ലായിടത്തേക്കും ഉപയോഗിക്കുന്ന, എല്ലാം കൊണ്ട് നടക്കുന്ന ഒരു വസ്ത്രത്തെയല്ല, ഏറ്റവും മാന്യമായ ആദരണീയമായ വസ്ത്രം സാധാരണഗതിയിൽ നീ പള്ളിയിലേക്ക് ഉപയോഗപ്പെടുത്തുക. യാ ബനീ ആദം, ആദമിന്റെ സന്താനങ്ങളെ, ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദിൻ, എല്ലാ പള്ളികളിലും നിങ്ങൾ അലങ്കാരങ്ങൾ അണിയുക. നല്ല അണിഞ്ഞൊരുങ്ങേണ്ടത് പള്ളികളിലേക്കാണ്. അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ഭൂമിയാണല്ലോ ആ പള്ളികൾ. ഉലമാക്കന്മാർ ഈ നിർദ്ദേശങ്ങളെല്ലാം നമ്മളോട് പറയുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യം, അവസാനത്തെ 10 ദിനങ്ങളെ നിസ്സാരമായി കണ്ട് തള്ളിക്കളയല്ലേ എന്ന്. മൂന്നാമത് എനിക്ക് പറയാനുള്ളത്, ചൂട് കൂടാണ്, ശക്തമായ ചൂടാണെന്നാണ് എല്ലാവരും പറയുന്നത്. ശരി, ചൂട് കൂടുതൽ തന്നെയാണ്. നോമ്പുകാലവും ഉണ്ട് അതിന്റെ കൂടെ. അനുഭവിച്ചേ പറ്റൂ, സഹിച്ചേ പറ്റൂ. ആവലാദികളും അക്ഷമയും ഒരിക്കലും കാണിക്കരുത്, നമ്മുടെ പ്രതിഫലം കുറഞ്ഞു പോകും. ക്ഷമ കാണിക്കുക, സഹനം പാലിക്കുക. ക്ഷമിക്കുന്നവർക്ക് കണക്കില്ലാത്ത പ്രതിഫലമുണ്ടെന്ന് വിശുദ്ധ ഖുർആനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. തൽക്കാലം അത് നമ്മൾ വേണ്ടതുണ്ട്. വഴക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഈ സന്ദർഭങ്ങളിലൊക്കെ പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ പോലെയുള്ള ഉപകാരപ്രദമായ മഴയ്ക്ക് വേണ്ടി അല്ലാഹുമ്മ ഇസ്ഖിനാ ഗൈസൻ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനകളൊക്കെ മഴയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ ഒരു കാര്യം ആലോചിക്കുക, ചൂടിന്റെ പേര് പറഞ്ഞുകൊണ്ട് പള്ളിയിൽ വരാതിരിക്കുന്നവർ, ചൂടിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇബാദത്തുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നവരോട് തബൂക്ക് യുദ്ധം നടക്കുന്ന സമയത്ത് ചില ആളുകൾ പറഞ്ഞു, ഞാൻ ഈ യുദ്ധത്തിനില്ല, ഇത് ഭയങ്കര ചൂടുള്ള സമയമാണ്. ശരിയായിരുന്നു. അവർ പലരും പിന്തിരിയാൻ ശ്രമിച്ചു. യുദ്ധരംഗത്ത് നിന്ന് പിന്തിരിയാൻ ഒരു കാരണമായി ചൂടിനെ കണ്ടെത്തി. അവരോട് സത്യവിശ്വാസികൾ പറഞ്ഞു, ലാ തംഫിറൂ ഫിൽ ഹർ, നിങ്ങൾ ഈ ചൂടിൽ നിന്ന് ഈ പേര് പറഞ്ഞ് പിന്തിരിഞ്ഞു പോകല്ലേ. വിശുദ്ധ ഖുർആൻ ആയത്ത് അവരോട് പറയണം, നബിയേ, ഖുൽ നാറു ജഹന്നമ അശദ്ദു ഹർറാ, പറയണം നബിയേ, ചൂടുണ്ടല്ലോ, അത് നരകത്തിന്റെ ചൂട് ഇതിനേക്കാളേറെ കഠിനമായ ചൂടാണ്. ഈ ചൂടല്ലല്ലോ, നരകത്തിന്റെ ചൂട് ഇതിനേക്കാൾ കഠിനമാണ്. നരകം കണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഭൂമിയിലെ ചൂടിനേക്കാൾ 69 ഇരട്ടി ചൂടാണ് നരകത്തിന്. താങ്ങാനാകുമോ നമുക്ക്? നരകമോചനത്തിന്റെ മാസത്തിലാണ് നമ്മൾ. ഓരോ രാത്രിയും ഓരോ പകലുകളിലും റമദാനിന്റെ ആ സവിശേഷതയിൽപ്പെട്ടതാണ് നരകത്തിൽ നിന്ന് മോചനം ലഭിക്കുന്ന മാസമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചോദിച്ചിട്ടുണ്ടോ, പടച്ചോനെ എനിക്ക് നരകമോചനം വേണം, റബ്ബേ എനിക്ക് നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷ കിട്ടണം. എന്തേ കാരണം? കല്ലും മനുഷ്യരും കത്തിക്കപ്പെടുന്നതാണ് ആ നരകം. ആ തൊലി ഇങ്ങനെ വെന്തുരിഞ്ഞു കഴിഞ്ഞാൽ വേറെ പുതിയ തൊലി തന്നുകൊണ്ട് ആ ശിക്ഷ മുഴുവൻ മനുഷ്യർ അനുഭവിക്കേണ്ടി വരും. എപ്പോഴെങ്കിലും ആ തീ അണയും കെടും എന്നാരും വിചാരിക്കണ്ട. ആ തീ എപ്പോഴെങ്കിലും അണയാൻ തുടങ്ങിയാൽ അല്ലാഹ് അതിനെ ആളിക്കത്തിക്കും. അത് നിറഞ്ഞു കുളുമ്പിപ്പോകും. അത് സീറ്റെല്ലാം കംപ്ലീറ്റ് ആയി നമ്മൾ പുറത്ത് നിൽക്കേണ്ടി വരുമോ എന്ന് ബേജാറൊന്നും വേണ്ട. എല്ലാരും നരകത്ത് കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞപ്പോ നരകത്തോട് വന്ന് ചോദിക്കാണ്, നരകമേ നീ നിറഞ്ഞോ, ഇനി സീറ്റ് ബാക്കിയുണ്ടോ? നരകം പറയും, അത്രേ, ഹൽ മിൻ മസീദ്, ഇനി എത്ര വേണമെങ്കിലും എത്ര അധികമുണ്ടെങ്കിലും വന്നോട്ടെ, ഇവിടെ സ്ഥലമുണ്ട്. ആളിക്കത്തുന്ന നരകത്തെക്കുറിച്ച് ചിന്തിക്കാത്തവർ, തന്റെ മുഴുവൻ ഹറാമുകൾ മാറ്റിവെക്കാൻ സമയം കണ്ടെത്താത്തവർ, ഇനിയും തന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഭയത്തോടെ പേടിയോടെ അതിനെ കാണാതെ പോകുന്നവർ, ആളിക്കത്തുന്ന നരകത്ത് നിന്ന് രക്ഷപ്പെടാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച, ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന എന്ന പ്രാർത്ഥനയിൽ പോലും വഖിനാ അദാബന്നാർ, നരകത്ത് നിന്ന് രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഓരോ നമസ്കാരത്തിൽ സലാം വീട്ടുന്നതിന്റെ മുമ്പ് നമ്മളൊക്കെ പ്രാർത്ഥിക്കാൻ
ഉദ്ദേശിക്കപ്പെട്ട സുന്നത്താണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വമിൻ അദാബിൻ നാരി വമിൻ ഫിത്നത്തിൽ മഹ്യായി വൽ മമാത് വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന്, ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് കാവൽ ചോദിച്ചിട്ടാണ് നബി തങ്ങൾ സലാം വീട്ടാറുള്ളത്. അല്ലാഹുമ്മ അജ്റിനി മിനന്നാർ. 3 തവണ അത് ഒരു ദിവസം ഒരു വിശ്വാസി പ്രാർത്ഥിച്ചാൽ നരകം പറയുമത്രേ, അല്ലാഹുവേ അവന് മോചനം കൊടുക്കണേ. നമ്മുടെ മനസ്സിലുണ്ടാവണം ഇത് വേണമെന്ന്. ഇത്തഖുന്നാർ, നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണേ. വലോ ബിശിഖ്ഖി തംറത്തിൻ, ഒരു ഈത്തപ്പഴത്തിന്റെ ചീളെങ്കിലും കൊടുത്ത് രക്ഷപ്പെടാൻ നോക്കണേ. അതുകൊണ്ട് നരകത്ത് പോവാനുള്ള എല്ലാ സാധ്യതകളെയും ബന്ധാക്കിയിട്ട് പടച്ചറബിനോട് അതിൽ നിന്ന്, ആ വലിയ അദാബിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അള്ളാഹുവിന്റെ മാപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അവസാനത്തെ 10 എന്താ പ്രാർത്ഥിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോ, അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. പ്രാർത്ഥന പഠിക്കാത്തവരൊക്കെ മനസ്സറിഞ്ഞത് പഠിച്ച് ചൊല്ലാൻ തുടങ്ങിക്കോ. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ, അല്ലാഹുവേ നീ മാപ്പ് നൽകുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, മാപ്പ് ഇഷ്ടപ്പെടുന്നവനാണ്. ഫഅഫു അന്നീ, എനിക്ക് മാപ്പ് നൽകണേ അല്ലാ. ഇത് പ്രാർത്ഥിക്കാൻ പണിയില്ല, ഇത് പഠിച്ചൊക്കെ പ്രാർത്ഥിക്കാം. പക്ഷേ ഖുർആന്റെ ഒരു ചോദ്യമുണ്ട്, നിനക്ക് മാപ്പ് ലഭിക്കണോ, നിനക്കല്ല പുറത്തു തരണോ, നീ ജനങ്ങളോട് മാപ്പ് കൊടുക്കണം. ഞാൻ മിണ്ടൂല, ഞാൻ അവരോട് സംസാരിക്കൂല, എന്നെ മരിച്ചാലും നീ കാണാൻ വരരുത്, ഞങ്ങൾ തമ്മിൽ ഇനി ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു മാപ്പ് കൊടുക്കാനും വിട്ടുവീഴ്ചക്കും സന്നദ്ധനാവാത്ത മനുഷ്യരെ നിനക്ക് അള്ളാന്റെ മാപ്പ് കിട്ടൂല. അള്ളാന്റെ മാപ്പ് കിട്ടണോ? വൽയഅഫൂ വൽയസ്ഫഹൂ, അവര് മാപ്പ് കൊടുക്കട്ടെ, വിട്ടുവീഴ്ച ചെയ്യട്ടെ, എങ്കിൽ അള്ള പുറത്തു കൊടുക്കും, അള്ള മാപ്പ് കൊടുക്കും. നമ്മൾ മനുഷ്യരോട് കരുണ കാണിച്ചാലേ അള്ള നമ്മളോട് കരുണ കാണിക്കൂ. മനുഷ്യർക്ക് മാപ്പ് കൊടുത്താലേ അള്ളാഹുവിന്റെ മാപ്പ് നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന നിഷ്ഫലമാകാതിരിക്കാൻ ആ കാര്യം കൂടെ നമ്മളൊന്ന് ശ്രദ്ധയോടുകൂടെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഈ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ സന്ദർഭത്തിൽ വളരെ ശ്രദ്ധയോടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മളൊക്കെ കഠിനമായ ശ്രമങ്ങൾ നടത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവിധ കഴിവും ശേഷിയും താക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. أيها الإخوة والأخوات أوصيكم وإياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ഇസ്ലാമിക അധ്യാപനങ്ങൾ പാലിച്ച് ജീവിക്കാൻ, എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വീണ്ടും വസിയത്ത് നൽകുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ അവസാന നാളുകളിൽ, റമദാനിന്റെ വിലപ്പെട്ട സമയങ്ങളിൽ ഒരുപക്ഷെ നമുക്കിനി ഒരു വെള്ളിയാഴ്ച കൂടാൻ കഴിയുമോ എന്ന അവസ്ഥകൾ പറയാൻ സാധ്യമല്ലാത്തതുകൊണ്ട് ചില അടിയന്തര പ്രാധാന്യമുള്ള കാര്യങ്ങൾ ഓർമ്മയിൽപ്പെടുത്താൻ ആഗ്രഹിക്കും. അതിലൊന്ന് സക്കാത്ത് കൊടുക്കേണ്ട കാര്യം. ഒരുപക്ഷെ റമദാനിൽ ഏറ്റവും അധികം നമ്മൾ കേട്ട ഉപദേശങ്ങളിൽ ഒന്നായിരിക്കും സക്കാത്ത് കൊടുക്കണേ, സക്കാത്ത് കൊടുക്കണേ എന്ന്. അത് നമുക്കതുകൊണ്ടൊരു ലാഭം ഉണ്ടായിട്ടല്ല, സക്കാത്ത് കമ്മിറ്റിക്ക് നേട്ടമുണ്ടായിട്ടല്ല, സക്കാത്ത് വിതരണം ചെയ്യുന്നവന്റെ ഒരു മനസ്സിന്റെ ഒരു സുഖത്തിന് വേണ്ടിയല്ല, നമ്മുടെ ഓരോരുത്തരുടെയും സ്വന്തം രക്ഷയ്ക്ക് വേണ്ടിയാണ് സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞത്. നമ്മുടെ അർഹതയിൽപ്പെടാത്ത, നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത, നമ്മുടെ കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കാൻ പറ്റാത്ത സമ്പത്താണ് മറ്റുള്ളവന്റെ സക്കാത്ത്. അത് 2.5%. അന്ന് ഖുതുബയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും കേൾക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയാം. ഞാൻ സക്കാത്ത് കൊടുക്കണോ എന്നൊരാൾക്ക് സംശയമുണ്ടെങ്കിൽ, അയാളുടെ കയ്യിൽ സ്വർണമായി 85 ഗ്രാം ഉണ്ടോ, അയാൾ സക്കാത്ത് കൊടുക്കാൻ അർഹനാണ്. 595 ഗ്രാം വെള്ളിയുള്ള ആളാണോ, അയാൾ സക്കാത്ത് കൊടുക്കാനുള്ള പരിധി എത്തിയവനാണ്. ഏത് സമയമാണെങ്കിലും വർഷം നോക്കി, സമയം നോക്കി അവനത് കൊടുക്കണം. റമദാൻ വേണമെന്നില്ല, അറബി മാസം കണക്കാക്കിയിട്ട് അത് കൊടുക്കുക. ഇനി സമ്പത്തുണ്ട്, പണമുണ്ട്, കറൻസിയാണോ, 595 ഗ്രാം വെള്ളിയുടെ തൂക്കത്തിന്റെ അതിന്റെ വിലക്കനുസരിച്ചുള്ള സംഖ്യ കയ്യിലുണ്ടോ, അത് സക്കാത്ത് കൊടുക്കേണ്ടി വരും. 40,000 രൂപന്റെ താഴെയാണ് ഇപ്പോഴത്തെ വെള്ളിയുടെ വില. അതുണ്ടെങ്കിൽ അവർ സക്കാത്ത് കൊടുക്കണം, ഒരു വർഷത്തെ കണക്കനുസരിച്ച്. ഇനി ഒരാളുടെ കച്ചവടമാണോ, 595 ഗ്രാം വെള്ളിയുടെ സമാനമായ സംഖ്യ നമ്മുടെ കച്ചവടത്തിന്റെ സ്റ്റോക്കായും ലാഭമായും എല്ലാം കഴിഞ്ഞ് നമ്മുടെ ഡെപ്പോസിറ്റായി കിടക്കുന്നുണ്ടോ, അയാൾ അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കണം.
ഇൻഷാ അല്ലാഹ് നമ്മുടെ കമ്മിറ്റിയുടെ വ്യവസ്ഥാപിതമായി നടന്നുകൊണ്ടിരിക്കുന്നു. ധാരാളം ആളുകൾ അതിനെ കണക്ക് ചോദിച്ച് മനസ്സിലാക്കി സംഖ്യകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് വളരെ അർഹതപ്പെട്ട, തീർത്തും നമ്മൾ ഒരാളുടെ തീരുമാനമല്ല, കുറെ ആളുകൾ ആലോചിച്ച് ചർച്ച ചെയ്ത് അന്വേഷിച്ച് അർഹതപ്പെട്ട ആളുകളിലേക്ക് ആ സക്കാത്ത് ഇൻഷാ അല്ലാഹ് വിതരണം നടക്കും. ഏറ്റവും പ്രാധാന്യത്തോടു കൂടെ നമ്മൾ അതിനെ കണ്ട് അതിന്റെ അവകാശികളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ എല്ലാവരും സഹകരിക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. രണ്ടാമത്തെ ഒരു വിഷയം, നമ്മൾ ഇതുപോലെ ഗൗരവത്തോടെ ഒരുപക്ഷെ സക്കാത്ത് കൊടുക്കുന്ന ആളുകളെ പറ്റി ചിന്തിക്കുക. അതൊക്കെ വലിയ വലിയ സമ്പന്നരായ ആളുകൾക്കായിരിക്കും. എന്നാൽ ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥരാണ് നമ്മൾ. അത് പണക്കാരനാവേണ്ടതില്ല. ഒരു ദിവസം തന്റെ വീട്ടിലെ ആ പെരുന്നാൾ ദിവസം തന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാനുണ്ട്. ബാക്കി വരുന്ന മിച്ചം വരുന്നവരെല്ലാവരും ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടവരാണ്. റമദാനിന്റെ അവസാന നാളുകളിൽ അത് സജീവമായി നടക്കേണ്ടുന്ന പ്രവർത്തനമായി നമ്മൾ അതിനെ കാണണം. റമദാനിന്റെ നോമ്പ് അവസാനിക്കുന്നതോടെ നിർബന്ധമാകുന്ന ഒരു ദാനമാണ് ഫിത്ർ സക്കാത്ത്. അതായത് ഏത് സാധുവിനെയും സക്കാത്ത് കൊടുപ്പിക്കാൻ, സ്വതക്ക കൊടുക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് ഫിത്ർ സക്കാത്ത്. ഇല്ലാത്തവൻ പോലും അത് കൊടുക്കാൻ, അല്ലെ, അഗതികൾ വന്ന് യാചിക്കുന്ന, ഭക്ഷണത്തിനും മരിക്കും വേണ്ടി യാചിക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ അവരവരുടെ വീടുകളിലേക്ക് കൊടുക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ടതാണ്. സ്വന്തത്തിനും കുടുംബത്തിനും പെരുന്നാൾ ദിവസത്തേക്കുള്ള ചിലവ് കഴിച്ച് കയ്യിൽ മുതലുള്ള എല്ലാവരും തങ്ങളുടെ ആശ്രിതർക്ക് വേണ്ടി ഫിത്ർ സക്കാത്ത് നൽകേണ്ടതാണ്. എല്ലാവരും അത് മനസ്സിലാക്കുക. സക്കാത്തുമായി, ഫിത്ർ സക്കാത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നോമ്പുകാരന് സംഭവിച്ച പോരായ്മകൾ പരിഹരിക്കാനുള്ളതാണ് ഫിത്ർ സക്കാത്ത്. ആരാണ് ഇവിടെ തികഞ്ഞവർ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫറള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തൽ ഫിത്ർ, നബി തങ്ങൾ ഫിത്ർ സക്കാത്ത് നിർബന്ധമാക്കി. തുഹറതൽ ലിസ്സായിമി, നോമ്പുകാരനെ ശുദ്ധീകരിക്കാനാണ് ഫിത്ർ സക്കാത്ത്. മിനൽ ലഗ്വി വറഫതി, അവന്റെ അടുക്കൽ സംഭവിച്ച അനാവശ്യങ്ങളും മോശമായ കാര്യങ്ങളും ഒക്കെ രക്ഷ കിട്ടാൻ വേണ്ടിയാണ്. വത്തുഅമതൽ ലിൽ മസാകീൻ, സാധുക്കൾക്ക് നല്ല ഒരു ഭക്ഷണം കൂടെയാണ് ഫിത്ർ സക്കാത്ത്. അതുകൊണ്ട് അത് നിർബന്ധമാക്കിയിട്ടുണ്ട്. പെരുന്നാൾ നമസ്കാരത്തിന് ആളുകൾ പുറപ്പെടുന്നതിന് മുമ്പ് കൊടുത്താലേ ഫിത്ർ സക്കാത്ത് ആവൂ. ഇല്ലെങ്കിൽ നീ ഒരു സ്വതക്ക കൊടുത്തതായി മാത്രമേ പരിഗണിക്കപ്പെടുകയുള്ളൂ. ആർക്കൊക്കെ കൊടുക്കണം? അതുകൊണ്ട് ശ്രദ്ധിച്ചോളി. ആർക്കൊക്കെ നമ്മൾ ഫിത്ർ സക്കാത്ത് കൊടുക്കണം? മൊത്തം വീട്ടിൽ എത്ര ആൾക്കാരുണ്ട് നോക്ക്. ജനിച്ചു വീണ കുഞ്ഞായ മതി, മുലപ്പാല് കുടിക്കുന്ന കുഞ്ഞിനെ വരെ ഒരെണ്ണമായി കണക്കാക്കണം. ഇനി നമ്മൾ ഫിത്ർ സക്കാത്ത് റമദാനിന്റെ അവസാനത്തെ നാൾ മാസപ്പിറവി കണ്ട അന്ന് മഗ്രിബിന്റെ സമയത്തൊരു കുഞ്ഞ് ജനിച്ചെങ്കിൽ ആ കുഞ്ഞിനെ കൂടെ പരിഗണിച്ച് അത്ര വരെ ഒരാളെയും വിട്ടുകൊടുക്കാതെ ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ ലോകത്തുള്ള മുസ്ലിമീങ്ങൾ തയ്യാറാകണമെന്നത് പണ്ഡിതന്മാരുടെ കൃത്യമായ നിർദ്ദേശങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ആർക്കാ കൊടുക്കേണ്ടത്? സക്കാത്തിന്റെ അവകാശികളുണ്ടല്ലോ, അതേ അവകാശികൾക്ക് ഫിത്ർ സക്കാത്ത് നമ്മൾ കൊടുക്കണം. നാട്ടിൽ എന്താണോ ഭക്ഷ്യവസ്തു, നമ്മുടെ നാട്ടിൽ അരിയാണ് ഭക്ഷ്യവസ്തു, പ്രധാനപ്പെട്ട ഭക്ഷ്യവസ്തു. അതുകൊണ്ട് നമ്മൾ അതാണ് കൊടുക്കുന്നത്. നമ്മുടെ പള്ളിയിൽ ഫിത്ർ സക്കാത്തിനുള്ള ക്രമീകരണം ചെയ്തിരിക്കുന്നത് 2.5 കിലോ ആണ് ഒരു മനുഷ്യൻ നമ്മുടെ നാട്ടിലെ വിഭവം അനുസരിച്ച് കൊടുക്കുന്നത്. 2.5 കിലോ വേണ്ടി വരും ഒരു സ്വാ എന്ന് പറയുമ്പോൾ. ആ സ്വാ കണക്കാക്കി ഏകദേശം ചുരുങ്ങിയത് 2.5 കിലോ അരി നമ്മൾ കണക്ക് വെച്ചുകൊണ്ട് അത് അർഹതപ്പെട്ട ആളുകൾക്ക് കൊടുക്കേണ്ടി വരും. ഒരാളുടെ സക്കാത്ത് ഫിത്ർ സക്കാത്താണ് 2.5 എങ്കിൽ വീട്ടിൽ എത്ര ആളുകളുണ്ടോ എന്ന് കണക്ക് കൂട്ടി അതിന്റെ പണം, അതിന്റെ അവകാശികളെ നമ്മൾ ഏൽപ്പിക്കേണ്ടതുണ്ട്. നമ്മുടെ ഇവിടെ ഫിത്ർ സക്കാത്തിന്റെ വിഹിതമായി തീരുമാനിച്ചിരിക്കുന്നത് പുഴുക്കലരിക്ക് ഒരു ആൾക്ക് 115 രൂപയും നേരിയരിക്ക് 200 രൂപയുമാണ്. അത് അവസാന ദിവസങ്ങളിലേക്ക് കാത്തുവെച്ച് വിതരണം ചെയ്യുന്ന ആളുകൾക്ക് പ്രയാസമുണ്ടാക്കാതെ നേരത്തെ തന്നെ അത് വിതരണം ചെയ്യാൻ സഹകരിക്കുക. അതോടൊപ്പം തന്നെ റമദാനിന്റെ അവസാന ഘട്ടങ്ങളിൽ നമുക്ക് നേടിയെടുക്കാവുന്ന മറ്റൊരു സുന്നത്തായ കർമ്മമാണല്ലോ പെരുന്നാൾ ഒരുക്കങ്ങൾ തയ്യാറാവുകയും പെരുന്നാളിന് ഈദ്ഗാഹിന്റെ മൈതാനിയിലേക്ക് കുടുംബത്തോടെ സ്ത്രീകളെ, കുട്ടികളെ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈദ്ഗാഹിലേക്ക് വരിക എന്നത്. മഴയല്ലാത്ത സമയങ്ങളിലെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ് ഈദ്ഗാഹുകൾ, മുസല്ലകൾ, പുറത്ത് മൈതാനിയിൽ. നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നടത്തിയ നമുക്ക് സുപരിചിതമായ ഗോകുലം കല്യാണ മണ്ഡപത്തിലാണ് ഇൻഷാ അല്ലാഹ് ഈ വർഷത്തെയും നമ്മുടെ പെരുന്നാൾ നമസ്കാരമുള്ളത്. എല്ലാവരും സമയം പറയുന്നത് സമയത്ത് നമസ്കാരം ആരംഭിക്കാനാണ്. 7 മണി പറയുന്നത് 7:30 തുടങ്ങാനല്ല, 7 മണിക്ക് ആരംഭിക്കാനാണ്. എല്ലാവർക്കും അറിയാം, ചൂടും അതിന്റെ അവസ്ഥകളും എല്ലാം അറിയാം. അതുകൊണ്ട് നേരത്തെ പുറപ്പെട്ട് നമസ്കാരത്തിന് ഒതുണ്ടാക്കി റെഡിയാക്കി നല്ല വസ്ത്രം ധരിച്ച് മുസല്ല കൈപ്പിടിച്ച് അങ്ങനെ പറ്റാവുന്ന ആളുകളെയൊക്കെ പിന്തുണച്ചുകൊണ്ട് സഹായിച്ചുകൊണ്ട് നേരത്തെ എത്തി അവിടെ വന്ന് തക്ബീറുകൾ ആവർത്തിച്ചുകൊണ്ട് ആ സുന്നത്തിലൊക്കെ പങ്കാളിയാവാനും ഇതറിയാത്ത ഈദ്ഗാഹിന് പരിചയമില്ലാത്തവരെ പരിചയപ്പെടുത്തി ആ സുന്നത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാനും നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സദുദ്ദേശ പ്രവർത്തനങ്ങളും വളരെ വ്യവസ്ഥാപിതമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ പള്ളിയിൽ സമൂഹ നോമ്പുതുറയാണ്. നിങ്ങൾ ഓരോരുത്തരെയും നേരിട്ട് ക്ഷണിക്കാനുള്ള പ്രയാസം എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ഇന്നുണ്ടാവണമെന്ന് പ്രതീക്ഷിക്കുകയാണ്. പക്ഷേ നോമ്പുതുറന്റെ മുമ്പ് 2 പഠന ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. സാധാരണ എല്ലായിടത്തും കാണുന്നത് ക്ലാസിന്റെ സമയത്ത് 40, 50, 100 ആളുകളാണെങ്കിൽ നോമ്പ് തുറക്കാൻ ഒരു പക്ഷേ 400, 500 ആളുകൾ എത്തിക്കാൻ പറ്റും.
നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് കിട്ടാവുന്ന നല്ല ചില അവസരങ്ങളാണ് ദീനിയായ മജ്ലിസുകൾ. അതുകൊണ്ട് ആ മജ്ലിസിലേക്ക് അസ്ർ നമസ്കാരത്തിന് തന്നെ നേരത്തെ എത്തി അതിന്റെ പുണ്യങ്ങളെല്ലാം പരമാവധി നേടിയെടുക്കാനും അങ്ങനെ ഇഫ്താറിന്റെ നോമ്പുതുറയുടെ കാര്യങ്ങളിൽ സഹകരിച്ചു കൊടുക്കാനും അതിന്റെ വിജയകരമായ പ്രവർത്തനത്തിന് വേണ്ടി എല്ലാവരും, കച്ചവടക്കാരും ഇവിടുത്തെ പങ്കെടുത്ത എല്ലാവരും അതിലുണ്ടാവണമെന്ന് കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും സഹകരിക്കുക. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ.